ഡോക്ടർ അതുപോലെ തന്നെ ഓക്കെ. യുവജനങ്ങളിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇരിപ്പും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗവും മറ്റു മൂലം കഴുത്ത് വേദന കൂടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടല്ലോ. അപ്പം എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത്? ഓക്കെ. ഓക്കെ. അപ്പൊ ഈ യുവാക്കളിൽ നമുക്ക് മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കഴുത്തേന വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോ ജോലി സംബന്ധമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴുത്തിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പൊസിഷൻ നേരെ ഹൊറിസോണ്ടലി നേരെയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് കഴുത്തിന്റെ ധർമ്മം. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ന് വ്യതിചലിക്കുന്നോ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നോ നമുക്ക് കഴുത്തിൽ മസിൽസ് ഓവർ ആക്ട് ചെയ്യാനും അല്ലെങ്കിൽ ശോഷിക്കാനോ അങ്ങനെ തുടങ്ങും. അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും തല കുനിച്ചുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യുന്നത്. യൂഷ്വലി കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ തല കുനിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നവർ അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തല സ്ട്രെയിറ്റ് ആയിരിക്കണം, ബാക്ക് ഫുള്ള് ബാക്ക് റെസ്റ്റിൽ മുട്ടണം, തീർച്ചയായും ഹെഡ് റെസ്റ്റ് വേണം, അതുപോലെ ആം റെസ്റ്റും വേണം. എന്നിട്ട് കണ്ണിന്റെ പൊസിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, ഹൊറിസോണ്ടൽ ആയിരിക്കണം, താഴോട്ട് ആവരുത്. മാക്സിമം ഒരു 15 ഡിഗ്രി താഴോട്ട് പോവാം, അതിന്റെ അപ്പുറത്തേക്ക് താഴോട്ട് പോകാൻ പാടില്ല. അതുപോലെ ആം റെസ്റ്റ് കൃത്യമായി വേണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല. നമ്മളൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് ഒരു റൗണ്ട് നടന്നിട്ട് വീണ്ടും വന്നിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെറിയ സ്ട്രെച്ചിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിൽ തെറ്റില്ല. ഇനി സ്ട്രെച്ചിങ് ചെയ്തില്ലെങ്കിൽ പോലും ആ 20 മിനിറ്റ്സ് ഒന്ന് ഇറങ്ങി ഒരു റൗണ്ട് നടന്നാൽ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഈ വേദനയിൽ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ യുവാക്കളിൽ കിടക്കുന്ന പൊസിഷനാണ് ഒരു വിഷയം. അതായത് പലപ്പോഴും അവര് വയറിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ ചരിഞ്ഞായിരിക്കും കിടക്കുക. അപ്പൊ ഇതിപ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവിടെ പെയിൻ വരും. ആദ്യമൊക്കെ കുറച്ച് മരുന്നിൽ റെസ്പോണ്ട് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അത് റെസ്പോൺസ് കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി, ആ മസിലിനെ മാറ്റം വരാൻ തുടങ്ങും. അപ്പോൾ മരുന്നുകളുടെ റെസ്പോൺസ് കൊടുക്കും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന്റെ പൊസിഷൻ കൂടി ഈ പറഞ്ഞ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് ശാസ്ത്രീയമായ കൃത്യമായ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മലന്നാണ് കിടക്കേണ്ടത്. അതിൽ നമ്മൾ തലയണ യൂസ് ചെയ്യണം. തലയണ അധികം കട്ടി കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. അത് കഴുത്ത് മുതൽ ഈ തല വരെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ തലയെ മാത്രം വെച്ച് തല ബെൻഡ് ചെയ്യുന്ന ലെവലിൽ തലയണ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ സൈഡിലോട്ട് ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ തലയണ കൂടി വെച്ച് തല സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലുമായിട്ടുള്ള അലൈൻമെന്റ് എപ്പോഴും അതിന്റെ നോർമലായിട്ട് എടുക്കുക. അതൊരു സൈഡിലോട്ട് ചരിഞ്ഞോ ഒരു വിധത്തിൽ മുന്നോട്ടോ പിന്നോട്ടോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ എണീച്ച് പെയിൻ വരും. അപ്പൊ ആദ്യം കുറച്ചൊക്കെ അത് മരുന്ന് കഴിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യും, വേദനസംഹാരി കളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ദീർഘനാൾ കഴിയുമ്പോൾ ഇത് വിഷയങ്ങളാവും. അപ്പോൾ യുവാക്കൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം. അതുപോലെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കാര്യം. ഇപ്പൊ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ഡ്രൈവ്, അതായത് 20 മിനിറ്റ് താഴെയുള്ള ഡ്രൈവ് നമുക്ക് കാറിൽ എങ്ങനെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം, വലിയ വിഷയം വരില്ല. പക്ഷെ നമ്മൾ ഡെയിലി നമ്മളൊരു ഹാഫ് ഡ്രൈവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രോപ്പറായ നെക്ക് സപ്പോർട്ട് വേണം. നമ്മളുടെ സീറ്റിൽ വരുന്ന സപ്പോർട്ട് അങ്ങനെയല്ല വരുന്നത് എല്ലാ കാറിലും വരുന്നത്. അപ്പോൾ കഴുത്ത് അധികം മൂവ്മെന്റ് വരാത്ത ലെവലിൽ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് വേണം. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെയിൻ കുറയ്ക്കാം. അല്ലെങ്കിൽ കഴുത്ത് എപ്പോഴും ജെർക്ക് ചെയ്ത് നമ്മൾ ട്രാഫിക് എപ്പോഴും ജെർക്ക് ചെയ്ത് കഴുത്തിന് പെയിൻ വരാൻ സാധിക്കുന്നുണ്ട്. ബൈക്കിലാണെങ്കിൽ അതിൽ ഉപരി ഭയങ്കര വിഷയമാണ്. കാരണം ഹെൽമെറ്റ് ഉണ്ടോ ഒപ്പം, അതുപോലെ ഡ്രൈവറിന്റെ ബൈക്കിന്റെ പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പലപ്പോഴും ബാക്കിലോട്ടുള്ള ഈ ഒരു പൊസിഷൻ കഴുത്തിന് വളരെ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്. മുന്നിലോട്ട് കയ്യിൽ താങ്ങിയിരിക്കുന്ന ടൈപ്പുള്ള ഡ്രൈവ് ആ വിഷയം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായി ആക്സിലേറ്റ് ചെയ്യും ഡീസലേറ്റ് ചെയ്യും സഡൻ ബ്രേക്ക് ചെയ്യുന്നത് ഈ കഴുത്തിന് തീർച്ചയായും ദോഷം ചെയ്യും. അപ്പോ കുറച്ച് മിതമായ സ്പീഡിൽ മിതമായ ടോണിൽ ഒരേ സ്പീഡിൽ കഴിയുന്നത് പോകുന്നത് ബൈക്കിൽ പോകുന്നവർക്ക് കഴുത്തിന്റെ ഇഞ്ചുറി തടയാൻ സഹായിക്കും. ശരി അപ്പൊ ഡോക്ടർ. ഇതൊക്കെയാണ് യുവാക്കളിൽ നമുക്ക് കാണുന്ന കുറച്ച് വിഷയങ്ങൾ.